നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ വളരെ സവിശേഷനായ ഒരു പണ്ഡിതനെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ജനനത്തിന് 18 മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ വരവ് പ്രവചിക്കപ്പെട്ടിരുന്നു. ആരായിരുന്നു അദ്ദേഹം? നമുക്ക് നോക്കാം. ഈ കാണുന്നത് പ്രവാചകൻ മുഹമ്മദിന്റെ വസിയത്തിലെ, അതായത് അദ്ദേഹത്തിന്റെ അന്തിമ അഭിലാഷത്തിലെ ഒരു ഭാഗമാണ്. തന്റെ പിൻഗാമിയായി വരുന്ന 6ാമത്തെ ഇമാമിന്റെ പേര് വളരെ വ്യക്തമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു ഇമാം ജാഫർ അസ്വാദിഖിന്റെ ചരിത്രത്തിലേക്കുള്ള പ്രവേശനം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന്റെ വിധി മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടതായിരുന്നു എന്ന്. അതായത് അദ്ദേഹത്തിന്റെ സ്ഥാനം കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്തത് മാത്രമല്ല, ദൈവികമായി തന്നെ നിശ്ചയിക്കപ്പെട്ട ഒന്നുകൂടിയായിരുന്നു. അപ്പോ ആരായിരുന്നു ഈ ഇമാം ജാഫർ അസ്വാദിഖ്? അദ്ദേഹം പ്രവാചകന്റെ പരമ്പരയിലെ 6ാമത്തെ ഇമാമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം സത്യസന്ധൻ എന്നാണ്. വെറുമൊരു പേരല്ലാതെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ആ പേരിനെ അന്വർത്ഥമാക്കുന്നതായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അസ്വാദിഖ് അഥവാ സത്യസന്ധൻ എന്ന് വിളിച്ചിരുന്നത്? കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും ജീവിതവും അത്രമേൽ സത്യസന്ധത നിറഞ്ഞതായിരുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. ഈ അസ്വാദിഖ് എന്ന പേരിനു പിന്നിൽ ഒരു കാരണമുണ്ട്. അത് പ്രവാചകൻ തന്നെ നൽകിയൊരു സ്ഥാനപ്പേരായിരുന്നു. എന്തിനാണെന്നോ? ഭാവിയിൽ ഇതേ പേരിൽ വരാനിരിക്കുന്ന ഒരു കപടനെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി. ഇമാമിന്റെ വാക്കിന് അത്രയേറെ വിലയുണ്ടായിരുന്നു. അദ്ദേഹം ഖുറാനിൽ നിന്നോ മറ്റോ എന്തെങ്കിലും ഉദ്ധരിച്ചാൽ ആരും അതിനൊരു തെളിവ് ചോദിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം നോക്കിയാൽ അവിടെ അധികാരമോ ആഡംബരമോ ഒന്നും കാണാൻ കഴിയില്ല. പകരം വളരെ ലളിതമായ ഒരു സന്യാസിയുടേതിന് സമാനമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത്. ഈ ലാളിത്യവും സത്യസന്ധതയും കാരണം ഷിയ വിഭാഗത്തിൽപ്പെടാത്ത സൂഫികൾ പോലും അദ്ദേഹത്തെ ഒരു വിശുദ്ധനായാണ് കണ്ടിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇമാം ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ്. ഇസ്ലാമിക ലോകമാകെ രാഷ്ട്രീയമായി ഇളകി മറിയുന്നൊരു സമയമായിരുന്നു അത്. പക്ഷേ ആ ഒരു പ്രതിസന്ധിയെ അദ്ദേഹം എങ്ങനെയാണ് വിജ്ഞാനത്തിന്റെ ഒരു സുവർണ കാലഘട്ടമാക്കി മാറ്റിയതെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് ഉമയ്യദ് രാജവംശം തകർച്ചയുടെ വക്കിലാണ്, അവർ നിലനിൽപ്പിനായി പോരാടുന്നു. മറുവശത്ത് അബ്ബാസിദ് രാജവംശം അധികാരം പിടിച്ചെടുക്കാനുള്ള ഓട്ടത്തിലാണ്. ഈ അധികാരവടം വലിക്കിടയിൽ ഒരു വലിയ രാഷ്ട്രീയ ശൂന്യതയുണ്ടായി. ഇമാം ജാഫർ ആ അവസരം രാഷ്ട്രീയ നേട്ടങ്ങൾക്കല്ല, മറിച്ച് വിജ്ഞാനം പ്രചരിപ്പിക്കാനാണ് ഉപയോഗിച്ചത്. അങ്ങനെ അദ്ദേഹം തുടങ്ങിയ വിജ്ഞാന കേന്ദ്രത്തിലേക്ക് എത്ര വിദ്യാർത്ഥികൾ വന്നുവെന്നറിയാമോ? 4000. കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നില്ലേ? മദീന അക്ഷരാർത്ഥത്തിൽ അറിവ് തേടിയെത്തുന്നവരുടെ ഒരു സംഗമഭൂമിയായി മാറി. അതായത് മദീനയിലുള്ള അദ്ദേഹത്തിന്റെ ആ സ്ഥാപനം ഒരു തലമുറയുടെ തന്നെ വിജ്ഞാനത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറി. ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ, പ്രത്യേകിച്ച് പ്രവാചക വചനങ്ങളായ ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടതും പ്രചരിച്ചതും അദ്ദേഹത്തിലൂടെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അനുയായികളെ ജഫരി എന്ന് വിളിക്കുന്നത്. ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? തീർച്ചയായും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളാണ്. ഇമാം ജാഫറിന്റെ കാര്യത്തിലും ഇത് വളരെ ശരിയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പിന്നീട് ലോകത്തെ തന്നെ മാറ്റിമറിച്ചവരായിരുന്നു. ഉദാഹരണത്തിന് ജാബിർ ഇബ്നു ഹയ്യാനെ എടുക്കാം. രസതന്ത്രത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷേ ആ അറിവിന്റെയെല്ലാം ഉറവിടം എവിടെയായിരുന്നെന്നറിയാമോ? ഇമാം ജാഫറിന്റെ പഠനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചോദനം. രസതന്ത്രം മാത്രമല്ല, ജ്യോതിശാസ്ത്രം, ഭൗതികശാസ്ത്രം തുടങ്ങി ഒരുപാട് മേഖലകളിൽ അദ്ദേഹം പ്രാവീണ്യം നേടി. ഇനി ശാസ്ത്രം വിട്ട് നമുക്ക് ഇസ്ലാമിക നിയമശാസ്ത്രത്തിലേക്ക് വരാം, അതായത് ഫിഖ്ഹിലേക്ക്. അവിടെ ഇമാമിന്റെ സ്വാധീനം എത്രത്തോളമായിരുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. കാരണം സുന്നി ഇസ്ലാമിലെ 4 പ്രധാന കർമ്മശാസ്ത്ര ശാഖകളില്ലേ, അതിൽ 2 അതായത് ഹനഫി, മാലിക്കി മദ്ഹബുകളുടെ സ്ഥാപകർ ഇമാം ജാഫറിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരായിരുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. ഇനി നമുക്ക് രസകരമായ ഒരു സംഭവം നോക്കാം. ഇത് അദ്ദേഹത്തിന്റെ ബുദ്ധികൂർമ്മതയും അറിവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ഒന്നാണ്. ഒരിക്കൽ ഒരു നിരീശ്വരവാദി ഒരു പാത്രത്തിൽ കുറച്ചു മണ്ണും വെള്ളവും വെച്ച് അതിൽ പുഴുക്കൾ ഉണ്ടാകുന്നത് കാണിച്ചിട്ട് ഇമാമിനോട് പറഞ്ഞു, നോക്കൂ, ഇതിനെ ഞാനാണ് സൃഷ്ടിച്ചത്. ഇത് കേട്ട് ഇമാം വളരെ ശാന്തനായി ഒരു പുഞ്ചിരിയോടെ അയാളോടൊരു സിമ്പിൾ ചോദ്യം ചോദിച്ചു. ഓ, അങ്ങനെയാണോ? എങ്കിൽ കൊള്ളാം. നീയാണവയെ സൃഷ്ടിച്ചതെങ്കിൽ എനിക്കൊരു കാര്യം പറഞ്ഞു തരൂ. അതിലെത്ര ആൺപുഴുക്കളുണ്ട്, എത്ര പെൺപുഴുക്കളുണ്ട്? ആലോചിച്ചു നോക്കൂ. എത്ര ലളിതവും എന്നാൽ ശക്തവുമായ ഒരു മറുപടി. അതോടെ ആ മനുഷ്യന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾക്ക് ഉത്തരമുട്ടി. ആളുകളുടെ മുന്നിൽ നാണം കെട്ട് അവിടം വിട്ടോടി. അറിവ് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ആ ഒരൊറ്റ ചോദ്യത്തിലൂടെ ഇമാം തെളിയിച്ചു. ഇത്രയേറെ അറിവും സ്വാധീനവുമുള്ളൊരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും അവസാനിച്ചത്? അത്
ഒരവസാനമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പാരമ്പര്യം അനശ്വരമാവുന്നതിന്റെ തുടക്കമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ രാഷ്ട്രീയ സാഹചര്യം ഓർമ്മയില്ലേ? അബ്ബാസിദ് ഭരണകൂടം കൂടുതൽ ശക്തി പ്രാപിച്ചതോടെ ഇമാമിന്റെ ജനപ്രീതി അവർക്കൊരു തലവേദനയായി. ഒരു രാഷ്ട്രീയ നേതാവല്ലാതിരുന്നിട്ടും ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം ഭരണാധികാരികളെ ഭയപ്പെടുത്തി. ഒടുവിൽ അവർ അദ്ദേഹത്തെ വിഷം നൽകി കൊലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തെ അടക്കം ചെയ്തത് മദീനയിലെ ജന്നത്തുൽ ബഖീയിലാണ്. അദ്ദേഹത്തിന്റെ പിതാവും മുത്തശ്ശനും മുതുമുത്തശ്ശനുമൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ പുണ്യഭൂമിയിൽ ആ പ്രവാചക പരമ്പരയിലെ മറ്റ് കണ്ണികളോടൊപ്പം അദ്ദേഹവും ചേർന്നു. ഇമാം ജഫറിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്കെന്തു പഠിക്കാം? അധികാരത്തിന് പിന്നാലെ പോകാതെ അറിവിനുവേണ്ടി മാത്രം ജീവിച്ചാൽ ആ പാരമ്പര്യം നൂറ്റാണ്ടുകൾക്ക് ശേഷവും എങ്ങനെ നിലനിൽക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്? ശാസ്ത്രത്തെയും വിശ്വാസത്തെയും ഒരുപോലെ സ്വാധീനിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു?